ഹായ് മക്കളെ, +1 എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് +2ലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് +2 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. +1 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ +2 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഹൈലി ഡിഫിക്കൽട്ടായിരുന്നു പല ആളുകൾക്കും. കാരണം ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പഴയ പാറ്റേൺ ക്വസ്റ്റ്യനേ അല്ല പുതിയ പാറ്റേണിൽ എന്ത് ചെയ്ത് വന്നപ്പോഴും ചോദിച്ചിട്ടുള്ളത്. കാര്യം NCERT എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രം എഴുതത്തക്ക രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം +1 നിന്ന് +2ലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഒരു വർഷം സമയമുണ്ട്. അവസാന മാസങ്ങളിൽ മാത്രം പഠിച്ചാൽ ക്രാക്ക് ചെയ്യുന്നതല്ല ഇപ്പോഴത്തെ +2 എക്സാമിനേഷൻ. ആദ്യം മുതലേ നന്നായി പഠിച്ചു തുടങ്ങണം. നാളെയെങ്കിൽ നാളെ തുടങ്ങുക എന്നുള്ള രീതിയിൽ തന്നെ എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുത്ത് നാളെ തന്നെ പഠിച്ചു തുടങ്ങാം. അതിന് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് സൈലൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവാണ് ഫ്രീ ആയിട്ട്. ഏപ്രിൽ 3-ാം തീയതി മുതൽ ഈ സെൻറ്ററുകളിൽ, നിങ്ങൾ ഈ കാണുന്ന എൻ്റെ സ്ക്രീനിൽ കാണുന്ന സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് +2 ക്ലാസ്സുകൾ നമ്മൾ നൽകാൻ വേണ്ടി പോവുകയാണ്. ആദ്യ പാഠങ്ങളുടെ അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ വന്ന് പഠിച്ച് +2 ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ഹൈലി ഡിഫിക്കൽട്ടാണ്. ആ ഡിഫിക്കൽട്ട് ചാപ്റ്ററൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ വെക്കേഷൻ നിങ്ങൾ കളയാതെ ഏപ്രിൽ 3 മുതൽ തന്നെ സൈലത്തിൽ വന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. 20 സെൻറ്ററുകളാണ് സൈലം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വരിക, അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫ്രീ ക്ലാസ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ലേ ഫ്രീ ക്ലാസ്സുകൾക്ക്, അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പം അടിച്ചു പൊളിച്ച് നമുക്ക് +2 പഠനം തുടങ്ങാം. ഫിസിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കെമിസ്ട്രി, ഈ പറയുന്ന പോലെ സൊല്യൂഷൻസ്, ബോട്ടണി, സുവോളജി ആദ്യ 2 ചാപ്റ്ററുകൾ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സും ഹ്യൂമൻ റീപ്രൊഡക്ഷനും അല്ലേ, അങ്ങനെ ചാപ്റ്ററുകൾ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം. മാത്സ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്നു. അതും നമ്മൾ ഇത്തവണ എന്ത് ചെയ്യാൻ പോവാണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, മെട്രിസസ് എല്ലാം നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പം കയറിങ്ങ് പോര്, തകർക്കാം. അപ്പോൾ നമുക്ക് ഏപ്രിൽ 3 കാണാം.